ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ തിരുകുമാരനും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയെ എന്നെ ഉയർത്തിയതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സുനീഷ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാനൊരു അക്രൈസ്തവനാണ്. ഞാൻ എൻ്റെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് ട്രോളുകൾ വഴിയാണ്. ഞാനപ്പോൾ ഇതൊക്കെ കണ്ട് ചിരിക്കുകയും അതുപോലെ തന്നെ ഷെയറൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. കാരണം ഞാനൊരു ജോലിക്ക് വേണ്ടി ഏകദേശം ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി 7 വർഷമായിട്ട് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 25 എക്സാമിൽ കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ടാകും. പക്ഷേ പല ലിസ്റ്റുകളിലും വന്നു എൻ്റെ ടേൺ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ലിസ്റ്റ് ക്യാൻസലാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ലിസ്റ്റ് സ്റ്റേ ആകുന്ന അവസ്ഥ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു ദിവസം എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച SH കോൺവെൻറ്റിലെ സിസ്റ്റർ തെരേസ സിസ്റ്ററിനെ കാണുന്നത്. അപ്പോൾ തെരേസ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, ഈ കൃപാസനം എങ്ങനെയുണ്ട്? ഒത്തിരി ആളുകൾ പോകുന്നുണ്ടല്ലോ, ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാമല്ലോ. അതേപോലെ തന്നെ പല സന്യസ്തരും ഇതിനെക്കുറിച്ച് എതിരായിട്ടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സിസ്റ്റർ ഇത് പോകാൻ പറ്റുന്ന സ്ഥലമാണോ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്, ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പം തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ട സ്ഥലമാണ്, അതുകൊണ്ട് മോനെ നീ ധൈര്യമായിട്ട് പൊക്കോ, പരിശുദ്ധ അമ്മ നിന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്ററിൻ്റെ വാക്ക് കേട്ട് ഞാൻ ഇവിടെ വരികയും 26/9/2024 ഞാൻ എൻ്റെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇവിടെ വന്ന് കയറിയപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ എക്സാം എഴുതുകയുള്ളൂ, ഇനി എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു വഴിയില്ല, കാരണം പ്രായം മുന്നോട്ട് കടന്നു പോവുകയാണ്, എനിക്ക് ഇതിൻ്റെ പുറകെ തന്നെ നടന്നാൽ പറ്റുകയില്ല. ആ രീതി ഞാൻ മാതാവിനോട് പറഞ്ഞു. അതുകൊണ്ട് മാതാവേ നീ നോക്കിക്കോണം ഈ എക്സാം എന്ന് പറഞ്ഞു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് 59ാമത്തെ ദിവസം നടന്ന എക്സാമിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇടുക്കി ജില്ലാ കോടതിയിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ് നാളെ. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ഒറ്റ ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അതായത് 90 ദിവസത്തിനുള്ളിലാണ് എനിക്ക് ഈ കാര്യം അമ്മ സാധിച്ചു തന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയായിരുന്നു മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന്. ഞാനതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയായിരുന്നു പത്രവിതരണം കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ആ രോഗികളെ കണ്ട് പറഞ്ഞായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിക്കുമായിരുന്നു. എനിക്കൊരു ചെറിയ ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് അനാഥാലയങ്ങളിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്നൊരു ചുറ്റുപാടിലുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ സാമ്പത്തിക സഹായം അവർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ബൈബിൾ ഞാൻ അരമണിക്കൂർ കൃത്യമായി തന്നെ വായിക്കുമായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഏകദേശം ഒരു വർഷം ഞാൻ ഒരുങ്ങിയിട്ടായി കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ധ്യാനങ്ങൾ കേൾക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും, അങ്ങനെയുള്ള കാര്യങ്ങളേക്കുള്ള ഇവിടെ വന്നൊരു പരിചയം എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഒരു 2 പ്രാവശ്യം ഞാൻ മാതാവിന് സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ട മാതാവ് എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പം ഫ്രണ്ടിലിരിക്കുന്ന നീല കാപ്പി ഇട്ട മാതാവാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കുന്നൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ. സ്വപ്നമൊന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഓർത്തിരിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഈ മാതാവിൻ്റെ രൂപം എവിടെയോ, ഒത്തിരി പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടല്ലോ, തിരി കത്തിക്കുന്നുണ്ടല്ലോ, ഇത് എവിടെയാണെന്നൊക്കെ ഞാൻ അന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ നമ്മുടെ സെക്കൻഡ് എൻട്രൻസിലുള്ള ഫാത്തിമ മാതാവിൻ്റെ രൂപം, ഇപ്പോൾ അവിടെ ഫാത്തിമ മാതാവിൻ്റെ രൂപം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ആ ഫാത്തിമ മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനെ കയറ്റത്തിൽ ഇങ്ങനെ ഉയർച്ചയിൽ ഇങ്ങനെ ഫാത്തിമ മാതാവ് നിൽക്കുന്നതായിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇത് എവിടെയാണ് ഞാൻ ഈ കാണുന്ന മാതാവിനെ ഞാൻ കാണുന്നുണ്ട്, എന്നാൽ ഒട്ട് കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയോ ഒരു രൂപം ഞാനൊട്ട് കാണുന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ നീല കാപ്പിയിട്ട മാതാവ് നിൽക്കുന്നു, 2ാമത്തെ സെക്ഷനിൽ ഫാത്തിമ മാതാവ് നിൽക്കുന്നു, 3ാമത്തെ സെക്ഷനിൽ കൃപാസന മാതാവ്. അത് നേരിട്ട് ഞാനിങ്ങോട്ട് കടന്നു വരികയായിരുന്നു. അപ്പോൾ സ്വപ്നത്തിലൂടെ ഞാൻ ആദ്യം 2 കടമ്പ കടന്ന് 3ാമത് ഞാൻ നേരിട്ട് ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. ആ 90 ദിവസത്തിനുള്ളിൽ എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു. വേറെ നിയോഗങ്ങൾ സാധിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇവിടെ പറയാൻ പറ്റുകയില്ല. പക്ഷേ ആളില്ലാത്ത കാരണം പറയാൻ പറ്റില്ല. അനിയൻ്റെ കേസൊക്കെ പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. എന്തായാലും ഇത്രയും കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയോടും ഒത്തിരി അധികം നന്ദി. മുന്നോട്ടും ഈ പരിശുദ്ധ അമ്മയോടും ഈശോയിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന ടൈമിൽ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ കാശ് രൂപ ഒരു സാധനം നമുക്ക് അലൗഡ് അല്ല പരീക്ഷയിൽ. എന്നാലും ഞാൻ അവർ ഇൻവിജിലേറ്റേഴ്സ് ഒന്നും കാണാതെ നമ്മുടെ ഷർട്ട് പിൻ ചെയ്തുകൊണ്ട് കാശ് രൂപം പിൻ ചെയ്താണ് ഞാൻ കയറിയത്. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ വിതറിയിട്ടൊക്കെയാണ് ഞാൻ കയറിയത്. അങ്ങനെയാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് ഒരു 100 റാങ്കിനുള്ളിൽ എനിക്ക് വരണമേ എന്നായിരുന്നു ഞാൻ മാതാവിനോട് എഴുതാൻ വേണ്ടി ഇങ്ങനെ ഉടമ്പടിയിൽ എഴുതാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയതാണ്. എന്നിട്ട് എൻ്റെ പേന സ്റ്റക്കായി.
അപ്പം ഞാൻ ഓർത്തു, ഇത്രയും പേര് ലക്ഷങ്ങൾ എഴുതുന്ന പരീക്ഷ, അതിൻ്റെ അകത്ത് 100 റാങ്കിൻ്റെ അകത്ത് വരാനുള്ള ഒരു യോഗ്യതയില്ല, പൊട്ടത്തരമായിരിക്കും അങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ ഓർത്തു. പക്ഷേ എനിക്കിന്ന് മാതാവ് തന്നിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 50 റാങ്കിനുള്ളിൽ 49ാമത്തെ റാങ്ക് തന്നാണ് മാതാവ് ഇന്ന് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇത്രയും കൃപകൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ 8-ാം അധ്യായം 28-ാം തിരുവചനം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ തന്നെ സുനീഷ് എന്ന മകൻ ട്രോളുകളിലൂടെ പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ട ഒരു അക്രൈസ്തവനായ മകനാണ്. വളരെയധികം പരാജയപ്പെട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ചിന്തയിൽ താൻ പഠിച്ച സ്കൂളിൽ തന്നെ അവിടെ പഠിപ്പിച്ച സിസ്റ്ററിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഇനി എനിക്ക് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും മാർഗമുണ്ടോ? ഈ കൃപാസനം സത്യമാണോ? അപ്പോഴാണ് ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്തത്, നീ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിനക്ക് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയോടുള്ള ആ ഒരു ബന്ധം നിനക്ക് കൂടുതൽ അനുഭവിക്കാനും സാധിക്കുമെന്നുള്ള ഒരു വലിയ സത്യം സിസ്റ്റർ പറഞ്ഞു കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഈ മകന് വന്ന് ഉടമ്പടിയെടുത്തു. 25 പ്രാവശ്യത്തിലധികം ഈ മകൻ PSC ടെസ്റ്റ് എഴുതിയതാണ്. ഓരോ പ്രാവശ്യവും പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് ഈ മകനൊരു പ്രത്യാശ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കാൻ മകൻ ഇവിടെ വന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും 59ാമത്തെ ദിവസം 2ാം മാസം കഴിയുന്നതിന് മുൻപ് തന്നെ ഈ മകന് റിസൾട്ട് കിട്ടി. പരീക്ഷയ്ക്ക് പോകുന്നതിന് 59ാമത്തെ ദിവസമാണ് ഈ മകൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. നേർച്ച വസ്തുക്കളുടെ എല്ലാം കൃത്യമായ ഉപയോഗം. ഈ മകൻ സാക്ഷി സ്ഥിരീകരണ സമയത്ത് പറയുകയായിരുന്നു, 5:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ സമയം രാവിലെ എന്നിൽ നിന്ന് കടന്നുപോയിട്ടില്ല. ഞാൻ കൃത്യമായി എണീറ്റ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ദിവസം തുടങ്ങിയിരുന്നത്. ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ നേർച്ച വസ്തുക്കൾ കൃത്യമായി വിശ്വാസ പ്രയോഗം ഞാൻ നടത്തി. എനിക്ക് 49ാമത്തെ റാങ്ക് നൽകി പരിശുദ്ധ അമ്മ. തികച്ചും അയോഗ്യ രീതിയിൽ ഞാൻ പരീക്ഷ എഴുതിയ മകൻ എനിക്കെല്ലാം എഴുതാൻ സാധിച്ചു. എൻ്റെ പേന വെച്ചതേ അത് എഴുതാൻ തുടങ്ങി, എനിക്ക് എഴുതാൻ സാധിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടിയെടുത്ത മക്കൾ പിന്നെ പരീക്ഷ എഴുതുമ്പോൾ അമ്മയാണ് നമുക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത്. നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനയക്കുമെന്നുള്ള വാഗ്ദാനം ഉടമ്പടിയിലൂടെ നമുക്ക് നിറവേറുന്നത് എപ്പോഴും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മകനെ പല പ്രാവശ്യവും സുഗന്ധാഭിഷേകവും പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുവാനും പരിശുദ്ധ അമ്മയെ നേരിൽ കാണുവാനുമുള്ള സൗഭാഗ്യം ഈ മകനുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്നു, എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാം തെളിവുകളാണ് നാം ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ ഈശോയുടെ ആ വലിയ കാരുണ്യം നമുക്ക് ലഭിക്കുന്നത്. തികച്ചും ഇത് ഒരു ടൈം ഷോർട്ടനിങ് ആണ്. 25 പ്രാവശ്യം ഒരു വ്യക്തി പരീക്ഷ എഴുതി പരാജയപ്പെട്ടത് ഒരു 2 മാസം കൊണ്ട് കയ്യിലൊരു റാങ്കോടുകൂടി ലക്ഷക്കണക്കിന് മക്കൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു 49ാമത്തെ റാങ്ക് ലഭിക്കുക എന്നുള്ളത് തികച്ചും കൃപയിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമുക്ക് ആദ്യമായി ലഭിക്കുന്ന ഈ മകൻ ഉടമ്പടിയെടുത്ത് ആദ്യമായി ലഭിച്ച ഈ അനുഗ്രഹത്തിൻ്റെ അർത്ഥം ഇതാണ്: വീണ്ടും നിനക്ക് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന നീ വിളിക്കുക, നീ വിളിക്കുന്നതിന് മുൻപേ ഞാൻ നിനക്ക് ഉത്തരം നൽകും എന്നാണ് വാഗ്ദാനം. ഈശോയുടെ തിരുവചനം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2085 വാഗ്ദാനങ്ങളാണ് നാം വായിച്ചെടുക്കുന്നത് സുവിശേഷത്തിലൂടെ. അതിലൊന്ന്, നീ വിളിക്കും മുമ്പേ ഞാൻ നിനക്ക് ഉത്തരം അരുളും. സുനീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വിളിക്കും മുമ്പേ ദൈവം ഉത്തരം നൽകി കഴിഞ്ഞു. ഒന്ന് മാത്രമാണ് നമ്മുടെ വിശ്വസ്തതയും വിശ്വാസവും നമ്മുടെ സ്നേഹവും. എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. യോഹന്നാൻ 15-ാം അധ്യായം പറയുന്നത് പോലെ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് മാത്രമാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ സ്നേഹം നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഉടമ്പടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ അത് പെട്രോൾ കത്തുന്നതിലും ശക്തിയായി അത് കത്തിപ്പിടിക്കും. ഈശോയുടെ സ്നേഹം ആളിപ്പടരും. നമുക്കെപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാം. സുനീഷിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന, പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന, വിസ പ്രോസസ്സിംഗ് തടസ്സപ്പെട്ട് നിൽക്കുന്ന, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.